ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സാൻഡ്വിച്ചാണ്. സോറി, ബർഗർ എന്നൊക്കെ പറയും. സാൻഡ്വിച്ചാണോ ബർഗറാണോ എനിക്കറിയില്ല. എന്ന് ചെറിയൊരു സംഭവം ഉണ്ടാക്കാൻ പോകണം കേട്ടോ. വേണ്ടിയിട്ടുള്ള കുറച്ച് ബണ്ണ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പ് വാങ്ങി, ഒരു സവാള, അതുപോലെ തന്നെ ഒരു കിഴങ്ങും, പിന്നെ ഞാനൊരു തക്കാളി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു തക്കാളിയും ഉള്ളിയും കിഴങ്ങും പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റും കൂടിയിട്ട്, ക്യാരറ്റും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യാരറ്റും കൂടി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ ഉപ്പും വെച്ചിട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. വേവുമ്പോഴേക്കും നമുക്ക് മല്ലിച്ചപ്പ് നന്നായിട്ട് കഴുകിക്കൊണ്ടുവരാം. അപ്പോൾ ഇനി നമ്മൾ മുട്ട പൊട്ടിച്ചിട്ട് നമ്മളൊരു ബുൾസൈ പോലെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ബണ്ണെടുത്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലല്ലേ ഫില്ല് ചെയ്യാനുള്ളത്. അപ്പം ഞാൻ നേരെ അത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് 2 കഷ്ണാക്കി, പിന്നെ ഞാൻ ബുൾസൈ ആക്കിയത് ഞാൻ 2 പീസാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ച കിഴങ്ങും തക്കാളിയും അതുപോലെ ക്യാരറ്റും പിന്നെ ഉള്ളിയും കൂടിയിട്ടുള്ള ആ ഒരു മിക്സ്ചർ നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ അടുത്തത് ആ എഗ്ഗും കൂടി അതിൽ വെച്ചു. പിന്നെ ഉള്ളത് തക്കാളി വയ്ക്കുക. പിന്നെ നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെതറിയിട്ടുണ്ട്. ഇനി നമ്മളത് നേരെ ക്ലോസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ ആ ഒരു ലെയർ നോക്കുമ്പോൾ ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ കളറാണ്. അതായത് ആ വൈറ്റും റെഡും ഗ്രീനും യെല്ലോയും കൂടി നല്ല സൂപ്പറായിട്ട് ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഡിന്നർ ഇതാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാനൊന്ന് കഴിച്ച് നോക്കണം. അപ്പോൾ കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി ഒരു ബണ്ണും കൂടി ഉണ്ട്. അപ്പം ഞാനിനി അത് ഫില്ല് ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ടാറ്റാ, ബൈ. ഇതെന്തായിരുന്നു? ഇതെന്താണ്? സാൻഡ്വിച്ചാ? അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിരിക്കുകയാണ്.